Hello everyone, welcome back to Mary Street. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു 10 മിനിറ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചാറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 3 മീഡിയം തക്കാളി ഞാൻ വലുതാക്കി തന്നെ അരിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചാറ് തേക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലേക്ക് ഇട്ടു. കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, വെള്ളം ഒരുപാട് ചേർക്കണ്ട, ഒരു ഒപ്പത്തിന് നിൽക്കാൻ വേണ്ടിയിട്ട് വെള്ളം മതി. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ തക്കാളി നന്നായി വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് നമുക്കൊരു അരപ്പുണ്ടാക്കി എടുക്കണം. ഒരു മുറി തേങ്ങ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനി ഈ വെന്ത തക്കാളിയിലേക്ക് കണ്ടില്ലേ, ഇപ്പോഴത്തെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്ര വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊരു ഒന്ന് പുക ഒന്ന് സൈഡിൽ നിന്ന് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് നമുക്കിത് താളിച്ചൊഴിക്കാം. അത്രയേ ഉള്ളൂ പണി. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ലൊരു എരിവുള്ള ഒരു ഒലത്ത്, അതായത് ബീഫോ അല്ലെങ്കിൽ പച്ചക്കറി എന്തെങ്കിലും തന്നെ ആണെങ്കിൽ എരിവുള്ളൊരു കറിയോട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് സൈഡിൽ നിന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് താളിക്കുകയാണ്. താളിക്കാനായിട്ട് ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളകൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി, വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് താളിച്ച് നല്ല ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നമ്മുടെ ഈ ചാറിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അടിപൊളി തക്കാളി ചാറ് റെഡിയായി. ഇനി നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 3-4 ചെമ്മീൻ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളി വേവിക്കുന്നതിൻ്റെ കൂടെ. നമ്മളങ്ങനെ ചേർക്കാറുണ്ട് നാട്ടിലാകുന്ന സമയത്ത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചു, ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇതാകാൻ വേണ്ടി നമ്മുടെ തക്കാളി ചാറ് റെഡിയായി. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ചേർക്കരുത്. കുറച്ചൊരു കട്ടിയിലിരുന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. കുറേ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കാണില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് മതി മൊത്തത്തിൽ. തക്കാളി വേകുന്നു, തേങ്ങ അരക്കുന്നു, പണി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.